ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സാമ്പാർ വെച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് കേട്ടോ. ഞാൻ രണ്ട് രീതിയിലാണ് വെക്കൽ. ഇങ്ങനെയാണ് വെക്കൽ. അപ്പോൾ ആദ്യം നമ്മൾ സാമ്പാർക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പും ഒരു 4-5 വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 വിസിൽ അടിച്ചതൊക്കെ പോയി കഴിഞ്ഞ് ഓപ്പൺ ആക്കിയപ്പോൾ നമ്മൾ പരിപ്പെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അത് ഒന്നും കൂടി അടച്ച് വെച്ച് ഒറ്റ വിസിലടുപ്പിക്കുക വെക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊന്നും നമ്മളതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഒക്കെ ഇതിലാണ് ചേർക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടെടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ചേർത്തെടുക്കുന്നുണ്ട്. അതും നല്ലോണം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കി കട്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് കൊടുത്തിട്ടോ. അത് നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് വലിയുള്ളിയും ഒരു വലിയുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെറിയ പീസ് പുളി നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നല്ലോണം വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ മസാലപ്പൊടി ചേർക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി ആണ് ചേർക്കേണ്ടത്. പിന്നെ അതിൽ മുളകൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള കേട്ടോ. ഇനി കുറച്ച് സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അതൊന്ന് ഇളക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടിയും ആട്ടോ ചേർത്തിട്ടുള്ളത്, മുളക് പൊടി. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് അതിൻ്റെ പച്ച മണം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ടിച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പീസാണെങ്കിലും അതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പാകത്ത് വേവിൽ നമുക്കത് കിട്ടും. നല്ലോണം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് തോന്നുന്നില്ല. അപ്പോൾ അത് അതിലൊഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക കേട്ടോ. ഇനി നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും അതുപോലെ തക്കാളിയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഈ ടൈമിലാട്ടോ ചേർക്കണ്ടേ. അപ്പോൾ നമുക്ക് പാകത്ത് വേവിലത് കിട്ടുന്നുണ്ട്. ഇനി അത് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ശർക്കരൻ്റെ പീസ് ചേർത്തെടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് നെയ്യും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കേ.